നമസ്കാരം. കാശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും കടുത്ത നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സുപ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ വിമാനങ്ങളെ പാകിസ്ഥാൻ്റെ വ്യോമയാന പാതയിൽ നിന്ന് വിലക്കിയത്. ഈയൊരു നടപടി വഴി മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ പറക്കേണ്ട ഇന്ത്യൻ വിമാനങ്ങൾ വളഞ്ഞു ചുറ്റി പോകേണ്ടതായി വരുന്നുണ്ട്. ഇതുവഴി ഇന്ത്യൻ വിമാനങ്ങൾക്ക് അധിക ഇന്ധനച്ചെലവും ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയവും ഒക്കെ എടുക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ വ്യോമയാന കമ്പനികളെ നഷ്ടത്തിലാക്കി ഇന്ത്യ ഗവൺമെൻറ്റിനെ ഒരു പാഠം പഠിപ്പിക്കാം എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ പദ്ധതി. പക്ഷേ ഇവിടെ സംഭവം ഒരു സെൽഫ് ഗോളായി മാറിയിരിക്കുകയാണ്. കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയേക്കാൾ കൂടുതൽ നഷ്ടം പാകിസ്ഥാനാണ് എന്നാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇവിടെ പാകിസ്ഥാന് വിനയായിരിക്കുന്നത് ഓവർഫ്ലൈറ്റ് ഫീസ് എന്ന സംവിധാനമാണ്. അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിമാന കമ്പനികൾ ആ രാജ്യത്തിന് ഒരു നാവിഗേഷൻ ഫീസ് അഥവാ ഓവർഫ്ലൈറ്റ് ഫീസ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങളെ തങ്ങളുടെ ആകാശപാത ഉപയോഗിക്കാൻ അനുവദിക്കുക വഴി ആ രാജ്യത്തിന് നല്ലൊരു തുകയാണ് പ്രതിവർഷം ലഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന് തങ്ങളുടെ ആകാശത്ത് നിന്ന് ഇന്ത്യൻ വിമാനങ്ങളെ വിലക്കുക വഴി കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ബോയിങ് 737 വിമാനം പാകിസ്ഥാൻ്റെ ആകാശത്തു കൂടി ഒരു പ്രാവശ്യം പറക്കാനായി അവർ $580 ഈടാക്കുന്നത്. അങ്ങനെ പ്രതിദിനം ബോയിങ്ങിൻ്റെ 737 വിമാനങ്ങൾ മാത്രം എടുത്താൽ തന്നെ അവ 100 എണ്ണം പ്രതിദിനം പാകിസ്ഥാൻ്റെ ആകാശത്തിനു മേൽ പറക്കുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതിദിന നഷ്ടമെന്ന് പറയുന്നത് $58,000. ഇവിടെ ഒരു വിമാനത്തിൻ്റെ നിരക്ക് നിർണ്ണയിക്കുന്നത് അതിൻ്റെ വലിപ്പവും പേലോഡ് കപ്പാസിറ്റിയും ഒക്കെയാണ്. ബോയിങ്ങിൻ്റെ 737 എന്നുള്ളത് ഒരു ചെറു വിമാനമാണ്. ബോയിങ്ങിൻ്റെ 777 വിമാനങ്ങൾ വരെ പാകിസ്ഥാന് മേൽ പറക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പെർ ഫ്ലൈറ്റ് യൂസർ ഫീ എന്ന് പറയുന്നത് $1,700. അങ്ങനെ ശരാശരി കണക്കാക്കുമ്പോൾ ഏകദേശം $1.25 ലക്ഷം പാകിസ്ഥാന് നഷ്ടം വരുന്നുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ബാലാകോട്ടിൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നും പാകിസ്ഥാൻ സമാന നടപടി കൈക്കൊണ്ടിരുന്നു. അന്ന് 5 മാസമാണ് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാതയിൽ നിന്ന് ഇന്ത്യയെ വിലക്കിയിരുന്നത്. ഇതിൽ അവർക്കുണ്ടായ നഷ്ടം $10 കോടി. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം, ഇന്ത്യൻ കമ്പനികൾക്കും ഇതിൽ നഷ്ടം വരില്ലേ എന്ന്. തീർച്ചയായും വരുമെന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്നാൽ പാകിസ്ഥാൻ്റെ അത്രയും വരില്ല എന്നാണ് റിപ്പോർട്ടുകൾ കണക്കാക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യ എന്നത് പാകിസ്ഥാനെ പോലെ ഒരു യാചക രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ശത്രുവിന് പണി കൊടുക്കേണ്ട സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ നമുക്ക് താങ്ങാനാവുന്നതേ ഉള്ളൂ. ഏതായാലും 26 നിരപരാധികളുടെ ജീവൻ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു നഷ്ടമേ അല്ല. ഈ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന് മേൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.